ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിൽ സ്ഥിതി ചെയ്യുന്ന സാമ്പ്രാണി കൊടിയിലേക്കാണ്. പച്ചപ്പ് നിറഞ്ഞ കണ്ടൽക്കാടുകളും ശാന്തമായ കായൽപ്പരപ്പും കൊണ്ട് മനോഹരമാണ് ഈ ദ്വീപ്. കൊല്ലം ജില്ലയിലെ തൃക്കരുവ ഗ്രാമപഞ്ചായത്തിലെ പ്രാക്കുളത്തിൻ്റെ തെക്കേറ്റത്തുള്ള മുനമ്പാണ് സാമ്പ്രാണിക്കൊടി. ഒരാൾക്ക് 150 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെയാണ് ഇവിടുത്തെ സമയക്രമം. ഒരു കാലത്ത് കണ്ടൽക്കാടുകളാൽ സമൃദ്ധമായിരുന്ന ഈ ദ്വീപ് ഇന്നൊരു മനോഹരമായ ടൂറിസം സ്പോട്ടാണ്. അഷ്ടമുടി കായലിലെ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാനും മീൻ പിടിക്കാനും സഞ്ചാരികൾക്ക് ഇവിടെ അവസരമുണ്ട്. പുരാതന കാലത്ത് ചൈനയിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള ചെറിയ കപ്പലുകൾ ചരക്ക് നീക്കത്തിനായി ഈ തീരത്ത് നങ്കൂരമിട്ടിരുന്നു. അക്കാലത്ത് ഈ പ്രദേശത്തേക്ക് വന്നിരുന്ന ചൈനീസ് ചെറുകപ്പലുകളെ ചമ്പ്രാണി എന്നാണ് പ്രദേശവാസികൾ വിളിച്ചിരുന്നത്. ഈ ചമ്പ്രാണി എന്ന പേരിൽ നിന്നാണ് പിൽക്കാലത്ത് ഈ സ്ഥലത്തിന് സാമ്പ്രാണിക്കൊടി എന്ന പേര് ലഭിച്ചതെന്നാണ് പ്രദേശവാസികളും ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നത്. പ്രാക്കുളം DTPC ബോട്ട് ജെട്ടിയിൽ നിന്നാണ് ഇവിടേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. അഷ്ടമുടി കായലിലൂടെയുള്ള ഈ ബോട്ട് യാത്ര ഒരു മികച്ച ദൃശ്യാനുഭവമാണ് നമുക്ക് നൽകുന്നത്. അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കൊടി ദ്വീപിലേക്ക് എത്തിയിരിക്കുകയാണ്. മുട്ടോളം വെള്ളത്തിൽ കായലിൻ്റെ നടുവിലൂടെ നടക്കാം എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഫോട്ടോകൾ എടുക്കാനും സമയം ചെലവഴിക്കാനും നിരവധി സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. ഇനി ഇവിടുത്തെ കണ്ടൽക്കടലെക്കുറിച്ച്. മഞ്ഞക്കണ്ടൽ ഉൾപ്പെടെ 9ഓളം അപൂർവനം കണ്ടൽ ചെടികൾ ഇവിടെ തഴച്ച് വളരുന്നുണ്ട്. ഇവയ്ക്കിടയിലൂടെയുള്ള യാത്ര പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ മികച്ചതാണ്. കായലിലെ ചെളി നിറഞ്ഞ വെള്ളത്തിൽ നിന്ന് കക്ക വാരുന്നതും നാടൻ രീതിയിൽ മീൻ പിടിക്കുന്നതും ഇവിടുത്തെ നിത്യേനയുള്ള ഒരു കാഴ്ചയാണ്. മനോഹരമായ തടാകങ്ങൾ നിറഞ്ഞ ശാന്തമായ കായലിലൂടെ സഞ്ചരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ സാമ്പ്രാണിക്കൊടി ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ ഗായ്സ്, നമ്മൾ തിരിച്ചു മടങ്ങുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. യാത്രകൾ തുടരുകയാണ്. സ്റ്റേ ട്യൂൺ.